Hello guys, welcome back to the video. അപ്പോൾ നമ്മുടെ IQ Neo 11 ആൻഡ് IQ Neo 11 Pro ഈ രണ്ട് സ്മാർട്ട് ഫോൺസ് ഇറങ്ങാൻ പോവുകയാണ്. സോ ഈ രണ്ട് ഫോൺസിൻ്റെ കുറച്ച് ലീക്സ് ആൻഡ് റൂമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് ഈ ഒരു IQ Neo 11ൽ വന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻസിൻ്റെ ഒരു ലീക്സ് ആൻഡ് റൂമേഴ്സ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, സൈഡിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുക, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 2K 10 ബിറ്റ്സ് AMOLED ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് നമ്മുടെ IQ Neo 10ൽ വരുന്ന അതേ. പിന്നെ 5000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. വൈഡ് 1 L1 പിന്നെ നെറ്റ്ഫ്ലിക്സിൽ HDR10+ൻ്റെ ഒക്കെ സപ്പോർട്ട് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. സോ മെയിൻ ഹൈലൈറ്റ് ആയ പ്രോസസ്സറിലേക്ക് വരുമ്പോൾ ഈ ഒരു IQ Neo 11ൽ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 Elite എന്ന് പറയുന്ന ചിപ്സെറ്റ് ആയിരിക്കും എന്നാണ് വരുന്ന ലീക്സ് ഒക്കെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൊള്ളാം. ഇതിൻ്റെ പ്രൈസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളും അതിശയിച്ചു പോകും ചിലപ്പം അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് എത്രയാണെന്നുള്ളത്. പിന്നെ മേ ബി ചിലപ്പോൾ ഈ പറയുന്ന സ്നാപ്ഡ്രാഗൺ 8 Elite എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വല്ലതൊക്കെ ഇറക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ലീക്സ് ആൻഡ് റൂമേഴ്സ് വെച്ച് പറയുമ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ 8 Elite ആണ് ഈ ഒരു സാധനത്തിൽ വരുന്നത്. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ നമ്മുടെ IQ Neo 10ൽ കാണുന്ന സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ്. അതായത് 50 മെഗാപിക്സലിൻ്റെ OIS ഒക്കെ സപ്പോർട്ടുള്ള നമ്മുടെ സോണിയുടെ IMX882 ആ ഒരു സെൻസറൊക്കെ വെച്ച് വരുന്ന ക്യാമറ ആയിരിക്കും വരുന്നതെന്നാണ് കേൾക്കുന്നത്. പിന്നെ 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ IQ Neo 10ൽ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ IQ Neo 11ൽ മിക്കവാറും 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് വരുമെന്നാണ് പറയുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ 32 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെയും നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറയിൽ നിന്നും 4K സപ്പോർട്ട് ആവും എന്നൊക്കെയാണ് കേൾക്കുന്നത്. ക്യാമറയെ പറ്റി ഇതൊക്കെയാണ് പറയാനുള്ളത്. സോ എന്തായാലും ഒരു പഴയ ക്യാമറ ക്വാളിറ്റി ഒക്കെ തന്നെയായിരിക്കും വരുന്നത്. പിന്നെ ലീക്സ് ആൻഡ് റൂമേഴ്സ് ആണ്, ചിലപ്പോൾ മാറാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ IQ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു പെർഫോമൻസിനെ ഫോക്കസ് ചെയ്ത് ഇറങ്ങുന്ന സ്മാർട്ട് ഫോൺസ് ആണ്. സോ ഇതിലും ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ ആവാനുള്ള ചാൻസ് ഒക്കെ കുറവായിരിക്കും. മെയിൻലി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8 Elite ആയതുകൊണ്ട് ചിലപ്പോൾ ക്യാമറ ക്വാളിറ്റി വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ചായിരിക്കും അപ്പോൾ ഈ ഒരു IQ Neo 11 വരാൻ പോകുന്നത്. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7000 mAh അല്ലെങ്കിൽ 7400 mAhൻ്റെ ബാറ്ററിയൊക്കെ ആയിരിക്കും വരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ 100 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും. IQ Neo 10ൽ 120 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ 100 വാട്ട്സേ തരുന്നുള്ളൂ എന്നാണ് പറയണത്. അതെന്താണെന്നോ അങ്ങനെ. കാരണം ഒരു Neo 11 എന്നൊക്കെ പറഞ്ഞ് ഇത്തിരി അപ്ഗ്രേഡ് ആക്കുമ്പോൾ 120 വാട്ട്സ് കൊടുക്കാമായിരുന്നു. പക്ഷേ 100 വാട്ട്സ് തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എഗെയിൻ ലീക്സ് ആൻഡ് റൂമേഴ്സ് ആണ്. സോ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ IQൻ്റെ ഫോണായതുകൊണ്ട് എന്തായാലും പെട്ടിക്കകത്ത് ചാർജറൊക്കെ വെച്ചായിരിക്കും തരുന്നത്. അപ്പോൾ ചാർജറൊന്നും പുറത്ത് വാങ്ങണ്ട. അവർക്ക് നമ്മണ്ടവർക്ക് എൻവയോൺമെൻറ്റിൻ്റെ അടുത്ത് സ്നേഹമില്ല എന്നൊന്നും പറയില്ല കേട്ടോ. പിന്നെ മിക്കവാറും ഔട്ട് ഓഫ് ബോക്സ് Android 16 ലേറ്റസ്റ്റ് ആയ Android 16 വരുന്നതെന്നാണ് കേൾക്കുന്നത്. പിന്നെ നമ്മുടെ ഫണ്ടച്ച് OS 16 പിന്നെ LPDDR5Xും UFS 4.1 വരുമെന്നാണ് പറയുന്നത്. അത് നമ്മുടെ നേരത്തെ പറഞ്ഞ IQ Neo 10ലും ഈ ഒരു LPDDR5Xും UFS 4.1 വരുന്നത്. പക്ഷേ അവിടെ നിങ്ങൾക്ക് 128GB എടുക്കുകയാണെങ്കിൽ UFS 3.1 കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ പക്ഷേ പറയുന്നത് LPDDR5Xും UFS 4.1 വരുമെന്നാണ്. 3.1 പറ്റിയൊന്നും വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ആയിരിക്കും എന്നും പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിലും നമ്മുടെ VC കൂളിംഗ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. ബൈപ്പാസ് ചാർജിങ് കിട്ടുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ IP68 വരുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ IQ Neo 10ഉം IQ Neo 10R ഒക്കെ IP65 വരുന്നത്. പിന്നെ 8.4 mm തിക്നെസ്സും 206 ഗ്രാംസിൻ്റെ വെയിറ്റും ആയിരിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ IQ Neo 10Rഉം IQ Neo 10ഉം ഏകദേശം ആ ഒരു വെയിറ്റിലേക്കാണ് വരുന്നത്. പിന്നെ ബാക്കിയെല്ലാം പഴയതുപോലെയൊക്കെ തന്നെയാണ്. നമ്മുടെ പഞ്ച് ഹോൾ ഡിസ്പ്ലേയിലാണ് വരുന്നത്. പിന്നെ NFC-യുടെ സപ്പോർട്ടുണ്ട്. IR ബ്ലാസ്റ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ലീക്സ് ആൻഡ് റൂമേഴ്സ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ IQ Neo 10R പ്ലാസ്റ്റിക് ബിൽഡിലാണ് ഫ്രെയിമും ബാക്കും ഒക്കെ വരുന്നതെങ്കിൽ നമ്മുടെ IQ Neo 11 വരാൻ പോകുന്നത് മെറ്റൽ ഫ്രെയിം ആയിരിക്കും. ബാക്ക് പ്ലാസ്റ്റിക് ആയിരിക്കും. പിന്നെ ഇവിടെ 3 കളർ വേരിയൻസ് ഒക്കെയാണ് അവർ പറയുന്നത്. ബ്ലാക്ക്, ഓറഞ്ച്, ടൈറ്റാനിയം, ക്രോം എന്നൊക്കെ പറയുന്ന കളേഴ്സാണ്. 4 വേരിയൻസിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്. അതായത് 8+ 128GBയും പിന്നെ 8+ 256GBയും 12+ 256ഉം 16+ 512GB റോം വേരിയൻറ്റ്. അങ്ങനെ 4 വേരിയൻസിലാണ് ഈ ഒരു സാധനം വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. പിന്നെ ഇതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് 35,000 to 40,000 വരെയൊക്കെ ആവാനാണ് സാധ്യത. പിന്നെ നമ്മുടെ IQ Neo 10 Q1 സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q1 എന്ന് പറഞ്ഞൊരു ചിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് ഗെയിം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് Q2 ചിപ്പ് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ലീക്സ് ആൻഡ് റൂമേഴ്സ് ആണ്. സോ എല്ലാം ഒന്നും ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എക്സ്പെക്റ്റഡ് ലോഞ്ച് ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ ലോഞ്ച് ഡേറ്റിനെ പറ്റിയൊന്നും വലിയ ഇൻഫോർമേഷൻസ് ഒന്നുമില്ല. അപ്പോൾ കമ്മിങ് സൂൺ അത്ര തന്നെ.
സോ ഇതാണ് നമ്മുടെ IQ Neo 11 വരുന്ന സ്പെസിഫിക്കേഷൻസ് പ്രൈസിൻ്റെയൊക്കെ ഒരു ലീക്സ് ആൻഡ് റൂമേഴ്സ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്തു ഓളൊക്കെ ഇടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.